ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഞാൻ അങ്ങനെ അധികം കാണാറില്ല. പക്ഷേ ഇപ്പോൾ ഇടയിൽ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ അതിലൊരു ബിറ്റ് ശ്രദ്ധിച്ചായിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ വീക്കിലി എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡും കാണും. വേറെ ഒന്നും കാണാറില്ല. പിന്നെ ട്രോളും മീംസും അങ്ങനെ ആയിട്ട് ഓരോന്നും കാണാറുണ്ട്. അപ്പോൾ അതിൽ ലക്ഷ്മി വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ലക്ഷ്മി, അവളുടെ കണ്ട മുഖം കണ്ടാൽ അറിയാം അവൾ ഒരു കുലസ്ത്രീയാണെന്നറിയാം. പഠിച്ച കുലസ്ത്രീൻ്റെ സീല് കിട്ടിയ കുലസ്ത്രീ. ഇവിടുത്തെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് കുറേ ആദില നൂറിനെ കുറ്റം പറഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടേ, അതെപ്പോൾ നടന്ന സംഭവമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ ആദില നൂറിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ട് തോന്നി. അതിൻ്റെ ആവശ്യമില്ല. കാരണം അക്ബറുമായിട്ടാണ് ഇഷ്യൂ. അപ്പോൾ അക്ബറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ബർ പറഞ്ഞത് വേറെ ആർക്കും ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ഇവൾമാർ ഒരു ജോലിക്കും പോകില്ല, ഒന്നിനും പോകില്ല, വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ്, വീട്ടിൽ പോലും കയറ്റുന്നില്ല നിന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരെ മോശമായിട്ട് സംസാരിച്ചു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങളെന്തായാലും ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്നും നടക്കുമല്ല. ഞാൻ പറയാം, ബാക്കി ആർക്കും എന്താ കുഴപ്പമില്ലാത്തതെന്ന്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്. അങ്ങനത്തെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്ന് ഓക്കെ ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ലക്ഷ്മി ഈ പറഞ്ഞതിന് സപ്പോർട്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്, ഹേറ്റേഴ്സും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ആദിലെന്ന് പറയുക കുറ്റം പറയുന്നവരോടും ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ആ രണ്ട് കുട്ടികളെ കുറ്റം പറയുന്നത്? അതിനകത്ത് മര്യാദയ്ക്ക് കളിക്കുന്ന, മര്യാദയ്ക്ക് നടക്കുന്ന രണ്ടുപേരെ അവരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തമ്മിൽ കുറ്റം പറഞ്ഞ് അങ്ങനെ നടക്കുന്നവരാണ്. ഈ രണ്ടുപേരും മാത്രമാണ് കറക്റ്റായിട്ട് അതിൽ ഞാൻ എപ്പോഴെങ്കിലും കാണുന്നതാണെങ്കിലും ആ കാണുന്നതിൽ മാന്യമായിട്ട് സംസാരിക്കുന്ന, മാന്യമായിട്ട് പെരുമാറുന്ന, ഒരു കുടുംബത്തെ പോലെ നടക്കുന്ന അവർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ അവരിങ്ങനെ ആയത്, അവർ ലെസ്ബിയൻ കപ്പിൾസ് ആയത് അവരുടെ മാത്രം കുറ്റമാണോ? അവർക്ക് നിങ്ങൾ ഈ പറയുന്ന ദൈവം കൊടുത്തത് തന്നെയല്ലേ ഇങ്ങനെയൊരു സംഭവം? ഇങ്ങനെയൊരു ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളും ഇങ്ങനെയൊരു അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടോ ഇങ്ങനെ സംഭവിച്ചതല്ലേ? അല്ല അവരെ മനഃപൂർവ്വം ഞങ്ങളിങ്ങനെ ആകാം എന്ന് തിമിരെടുത്ത് ചെയ്തതാണോ? നിങ്ങളെന്താ ഇങ്ങനെ ആ കുട്ടികളെ ക്രൂശിക്കുന്നത്, ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിൽ, ഏത് കമ്മ്യൂണിറ്റിയിലും ശരി, ഇങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഉൾക്കൊള്ളാൻ പറ്റാത്തവർ അത് വിട്ട് കഴിഞ്ഞ് അവർ പൊക്കോട്ടെ, അവരുടെ പാട്ടിനെ ജീവിച്ചോട്ടെ. പിന്നെയും അവരെ ജോലിക്ക് പോയി, അവർ മാന്യമായി ജോലിക്ക് പോയി മാന്യമായിട്ട് ജീവിക്കുകയാണ് രണ്ടുപേരുടെ ഇഷ്ടത്തിൽ. അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. അല്ലാത്ത ചില നാറികളെ പോലെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയിട്ടും, അല്ലെങ്കിൽ ഒരു പെണ്ണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പയ്യൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രേമിച്ചവർ കിട്ടുന്നില്ല, അവരിന് തൂങ്ങിച്ചാവാനും വീട്ടുകാരെ സങ്കടപ്പെടുത്തിയിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അവരുടെ നിലപാട് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് ആരുടെ തെറ്റ്? നിങ്ങളെയും കുറ്റം പറയുന്നില്ല, അവരെയും കുറ്റം. അവരിങ്ങനെ ആയത് അവരുടെ മാത്രം ഇഷ്ടത്തിലാണോ? ഒരു ആണിനെ ഒരു പെണ്ണ് പ്രേമിക്കുന്നു, നമുക്ക് പറ്റാത്തവരെ പ്രേമിച്ച് പോയി എന്നൊക്കെ വെച്ചാൽ അത് തിമിര്. അവർക്കത് അങ്ങനെ സംഭവിച്ചു, അവർക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു പ്രേമം ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ടാണത്. ഇവരിങ്ങനെ ആയത് ഇവരുടെ മാത്രം തെറ്റാണോ? അല്ല. ഇവർക്ക് ജനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടി, അവരെന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ദൈവം തന്നെയല്ലേ ഇവർക്ക് ഇങ്ങനെ കൊടുത്തേ? ലെസ്ബിയൻ കപ്പിൾസ് ആവാൻ മോഹിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയല്ല. അവർക്ക് അട്രാക്ഷൻ തോന്നുന്നില്ലെന്നേ, ഒരു ആൺകുട്ടിയോട് തോന്നുന്നില്ല. അത് അവരുടെ മാത്രം തെറ്റാണോ? അല്ലല്ലോ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിച്ച രീതി, അവരെ ആൺകുട്ടികൾ ട്രീറ്റ് ചെയ്ത്, ഇതൊക്കെ ഒരുപാട് അവരുടെ ഫാമിലിയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ ആദില, നൂറ എന്ന രണ്ട് കുട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന് മുൻപുള്ള ഇൻ്റർവ്യൂസിലെല്ലാം. അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ, എന്നിട്ട് അവരെ കുറ്റം പറയൂ. അല്ലാതെ അവർക്ക് ഹേറ്റേഴ്സ്, അതായത് നിങ്ങൾ അവരെ അംഗീകരിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല, അവരെ നിർബന്ധിക്കുന്നില്ല. പിന്നെ അവരെ അംഗീകരിക്കാത്ത പക്ഷം അവരുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കരുത്. അവരുടെ രീതിക്ക് ജീവിച്ച് പൊക്കോട്ടെ.
അവർ ആ നല്ല രീതിക്ക് അവരുടെ രീതിക്ക് ജീവിച്ച് പോകും. അല്ലാതെ അവരുടെ ഒരു വീഡിയോസ് കാണുമ്പോൾ അവരുടെ താഴെ കിടന്നിട്ട് അവരിനെ ഹെയ്റ്റ് പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതൊന്നും ഒരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. അത് ചെയ്യരുത്. അവരിപ്പോൾ 2-3 ദിവസത്തെ ചെറിയ ബിറ്റ് ഞാൻ കണ്ടതിൽ അവർക്ക് ഫാമിലി നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അനിയത്തിന് ഓരോയൊക്കെ പറയുന്നുണ്ട്, അനിയത്തി മിസ് ചെയ്യുന്നുണ്ട്, അനിയനെ മിസ് ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫാമിലിക്ക് പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ലെസ്ബിയൻ കപ്പിൾസായിട്ട് ജീവിക്കണം എന്ന് അവർ തിമിരെടുത്തിട്ട് പോയതല്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അവർ ഇന്നത്തെ കാലത്ത് എന്തിന് വന്നാലും കഴുത്തിൽ കയറ് തൂങ്ങിയിട്ട് ചാകുന്ന പെൺകുട്ടികൾ ചാകുന്ന കാലഘട്ടത്തിൽ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് അവർ ഈ നാട്ടിൽ ഈ ഇന്ത്യയിലും കേരളത്തിലും ജീവിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിട്ട് അവർ ജീവിക്കുമ്പോൾ ബോൾഡായി ജീവിക്കുമ്പോൾ അവർ നിങ്ങളെ സമ്മതിക്കുകയല്ലേ ചെയ്യണ്ടേ? അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെയുള്ളൂ, നമ്മുടെ ഹോർമോൺ ഇങ്ങനെയാണെന്നുകൊണ്ട് അവർ ചാവാനൊന്നും പോയില്ലല്ലോ. പിന്നെ നിയമം ഉണ്ടല്ലോ, പ്രാബല്യത്തിലുള്ളതാണല്ലോ അവർക്ക് അങ്ങനെ ജീവിക്കാൻ. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കുട്ടികളെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരെ വന്ന് തെറി പറയുന്നു. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്നെ വന്ന് തെറി പറയുക, വേറെ ആളെ സപ്പോർട്ട് ചെയ്താൽ വേറെ ആളെ വന്ന് തെറി പറയുക. അതൊക്കെ വളരെ മോശം പ്രവണതയാണ് കേട്ടോ, വളരെ മോശം. തെണ്ടിത്തരവും തെമ്മാടിത്തരവുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പോൾ മനസ്സിലായി, ആദില നൂർക്ക് കേരളത്തിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അത്രേ പറയാനുള്ളൂ. ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലക്ഷ്മിയുടെ ഈ കാര്യങ്ങൾ കൂടി ആയ ശേഷം ആദിലയ്ക്കും നൂറയ്ക്കും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഞാൻ വിചാരിച്ച ആദില പെട്ടെന്ന് പുറത്ത് പോകും, നൂറ ഉണ്ടാവുന്നതാണ്. പക്ഷേ രണ്ടുപേരും ബിഗ് ബോസിൽ ഇനിയും കുറേ കാലം ഉണ്ടാവും. കുറച്ച് ഈ കഴിയുന്ന അവസാനം വരെ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഈ ലക്ഷ്മിയുടെ ഈ കാര്യത്തിലെങ്കിലും അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അവരെ എല്ലാവർക്കും ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ ലാലേട്ടൻ ഈ കാര്യം ചോദിക്കില്ല. വായിൽ പഴം തുരുകി വെച്ചിട്ടിരിക്കുന്നു, നന്നായിട്ട് അറിയാം, ഈ കാര്യം ചോദിക്കില്ല. കാരണം കഴിഞ്ഞ വീക്കിൽ ലക്ഷ്മി പുറകിൽ നിന്നാണ് വന്നത്. അപ്പം തന്നെ അതെന്തൊക്കെ എഡിറ്റിങ് നടന്നു കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മസ്താനിക്കാണെങ്കിലും ലക്ഷ്മിക്കാണെങ്കിലും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്, അത് ഉറപ്പാണ്. അത് ഇവരിനെ താഴ്ത്തിക്കെട്ടാനാണോ, അത് ഇവർക്ക് അത് എന്തൊക്കെ കളിയായിരിക്കും, അതിനകത്തുള്ള കളികളായിരിക്കും. തെമ്മാടത്തിനും തെണ്ടിത്തരമാണുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ എണ്ണം. അപ്പോൾ ഇതിൽ ഈ ബിഗ് ബോസിലെ ഈ സീസണിൽ ഫുൾ വഴക്കാണ് എപ്പോഴും. ഇവർക്ക് ഇവരുടെ കഴിവ് കൊണ്ടോ വേറൊന്നുകൊണ്ട് കയറാനല്ല ഇവർ നോക്കുന്നത്. വേറൊരാളെ ചവിട്ടി താഴ്ത്തിയിട്ട് ഇവർ മുകളിലേക്ക്, അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് അവരെ ഫീൽ ചെയ്യിപ്പിച്ച് സങ്കടപ്പെടുത്തിയിട്ട് ഇവർ മുകളിലേക്ക് വരാനാണ് ഈ ബിഗ് ബോസ് സീസൺ 7 എല്ലാ മത്സരാർത്ഥികളും നോക്കുന്നത്. അതിലിപ്പോൾ മുന്നിൽ ലക്ഷ്മി വന്ന് നിൽക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ഒരു ആവശ്യമില്ല ആദിലയെയും നൂറയെയും നൂറയെയും കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. അക്ബറുമായിട്ടാണ് ഇഷ്യൂ. അപ്പോൾ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ ആദില നൂറയെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് ലക്ഷ്മി ചെയ്തത് പറഞ്ഞതും ശുദ്ധ തെമ്മാടിത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ്. എന്തായാലും ഞാൻ ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്ത് ഓപ്പൺ ചെയ്ത് വോട്ട് ചെയ്യുന്നത് ആദിലേക്കും നൂറയ്ക്കും ആയിരിക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി നമുക്ക് എന്തായാലും കാണാം. എന്തായാലും ലാസ്റ്റ് 4-ലും 5-ലൊക്കെ ഇവർ രണ്ടുപേരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകും. ഓക്കെ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? നിങ്ങൾ ആദില നൂറയ്ക്ക് സപ്പോർട്ടാണോ, ലക്ഷ്മിക്ക് സപ്പോർട്ടാണോ, അതോ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ടില്ല എന്നാണോ? ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.